മലപ്പുറം ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണം യുഡിഎഫിന് നഷ്ടമായി. യുഡിഎഫിനെ പിന്തുണച്ചിരുന്ന സ്വതന്ത്ര മെമ്പർ എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. സാജിദ് അജ്മൽ ചേരുന്നു. സായിദ്, എങ്ങനെയാണ് യുഡിഎഫിന് ഭരണം നഷ്ടമായത്? ഇഎംഎസിന്റെ നാട്ടിൽ വർഷങ്ങളായി എൽഡിഎഫിന്റെ കൈവശം തന്നെയായിരുന്നു ഭരണം. എന്നാൽ ഇത്തവണ അത് യുഡിഎഫ് ഈ ഭരണം പിടിച്ചെടുത്തു. എൽഡിഎഫിനും യുഡിഎഫിനും 8 അംഗം ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഭരണം യുഡിഎഫിന് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ എൽഡിഎഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു. ഇതിന് പിന്നാലെ കോൺഗ്രസിന്റെ സ്വതന്ത്ര അംഗമായ രമ്യ എന്ന് യുഡിഎഫ് പറയുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ സ്വതന്ത്ര അംഗം രമ്യ എത്തുകയും ഇവർ എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇതോടുകൂടി യുഡിഎഫിന് ഭരണം നഷ്ടമായി. ഇനി സ്വാഭാവികമായും ഈ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പിന്നീട് നടക്കും. അങ്ങനെയാണെങ്കിൽ എൽഡിഎഫ് അധികാരത്തിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. കോൺഗ്രസിന്റെ 2 സ്വതന്ത്ര അടക്കം 5 പേരും, മുസ്ലിം ലീഗിന്റെ 2 മെമ്പർമാരും, വെൽഫെയർ പാർട്ടിയുടെ 1 അംഗവുമാണ് ഉള്ളത്. ഈ നിലവിൽ എൽഡിഎഫിന് 9 പേരാണ് ഈ നിലവിലത്തെ കക്ഷി നില പ്രകാരം വന്നിരിക്കുന്നത്. ശരി സാജിദ്.